السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله مولانا الذي. അഭിവന്ദരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സഹൃദരായ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു ഈ മജ്ലിസ് അള്ളാഹു പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതകാലം മുഴുക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും സംതൃപ്തിയിലും ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, കുടുംബാദികൾ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു ഖബറിൽ വെളിച്ചവും പരലോകത്ത് സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഷ്ഖെ റസൂൽ, ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ, താല്പര്യത്തിൻ്റെ പ്രകടനമായി ഒരു സംഗമം ഇവിടെ നടക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടിറക്കിയ പോസ്റ്ററുകളിൽ റോഡ് സൈഡിൽ കാണാൻ കഴിഞ്ഞപ്പോൾ 4-5 പേരുകൾ അതിൽ വായിക്കാൻ സാധിച്ചപ്പോൾ ഓർമ്മ വന്നത് യുവ സഹോദരങ്ങളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് ആ സന്ദർഭങ്ങളിൽ ചില ചെറുപ്പക്കാരുടെ കുടുംബങ്ങളിൽ വരുവാനും ബന്ധുമിത്രാദികളെ കാണുവാനും അവസരമുണ്ടായ ചില ഓർമ്മകളാണ്. ഈ മഹലിൽ നിന്ന് 4 യുവാക്കൾ ഒരേ സമയം അപകടത്തിൽപ്പെടുകയും സർവശക്തനായ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ചുള്ള ഒരു യാത്ര, അതാകാം ആ ചെറുപ്പക്കാരെ ഒരു വാർഷികം എന്ന നിലയിൽ പ്രത്യേകം അനുസ്മരിക്കാൻ കാരണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപകടത്തിലോ അല്ലാതെയോ സാധാരണയോ അസാധാരണയോ ആയി വിട പറഞ്ഞ നൂറുകണക്കിന്, ആയിരക്കണക്കിന് നമ്മുടെ ബന്ധുജനങ്ങൾ വേറെയും ഉണ്ട്. ഈ 4-5 ചെറുപ്പക്കാർക്കും നമ്മിൽ നിന്ന് അകന്നുപോയ യാത്ര പിരിഞ്ഞ എല്ലാ ബന്ധുമിത്രാദികൾക്കും അല്ലാഹു പരലോകത്ത് ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അവരുടെ സ്മരണയ്ക്കായി ഇഷ്ഖെ റസൂൽ സംഗമം നടത്തുമ്പോൾ 1-2 വാചകങ്ങൾ സാഹിത്യരായ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് യുവാക്കളായ എൻ്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വിലപ്പെട്ട കാലഘട്ടം ചെറുപ്പ കാലഘട്ടമാണ്. അത് തൗഹീദിന്റെയും ദീനിന്റെയും മാർഗത്തിൽ ഉപയോഗിക്കണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സ്മരണകൾ അയവിറക്കി ജനലക്ഷങ്ങൾ വിശുദ്ധ മക്കയിൽ ഹജ്ജ് നിർവഹിച്ചുവെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ നാം ബലിപെരുന്നാൾ ആഘോഷിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ച കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ഒരു വാക്ക് കാണാം. ഞാൻ ഈ രാജ്യത്തെ എൻ്റെ പ്രിയപ്പെട്ട നൂറുകണക്കിന് യുവാക്കളോടും യുവതികളോടുമായി സൂചിപ്പിക്കട്ടെ. ഇന്നാ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തൗഹീദിന്റെ സംരക്ഷണ രംഗത്ത് അതിശക്തമായ മുന്നേറ്റം നടത്തിയ കൂട്ടത്തിൽ ഏറ്റവും ബൃഹത്തായ ഒരു കാര്യം ചെയ്ത് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അന്ന് ജനങ്ങളൊക്കെ വെച്ചു പൂജിച്ചിരുന്ന ബിംബങ്ങളെയൊക്കെ തകർത്ത് താഴെയിട്ടു. ബിംബത്തിന്റെ ആരാധകരും പൂജാരികളും പരസ്പരം ചോദിച്ചു, ഇതാരാണ് ഇത് ചെയ്തത്? അവർ ചിലരോട് പറഞ്ഞ മറുപടിയാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഇവിടെ ഞാൻ ഓതിയ സൂക്തം, ഇന്നാ സമിഅനാ ഫതൻ യദ്കുറുഹു യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഈ നാട്ടിലില്ലേ? ഒരുപക്ഷെ അദ്ദേഹമായിരിക്കാം ഈ കൃത്യം ചെയ്തിട്ടുണ്ടാകുക. അവർ പറഞ്ഞ അതേ മറുപടി, അവർ പറഞ്ഞ അതേ വാചകം പരിശുദ്ധ ഖുർആൻ ഈ സമുദായത്തിലെ യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. അവരവിടെ ഉപയോഗിച്ചത് യുവാവ് ചെറുപ്പക്കാരൻ എന്ന ഫതൻ എന്ന അറബി പദമാണ് എങ്കിൽ
മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ ജനലക്ഷങ്ങളായി വാക്കുകൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെയും വിലപ്പെട്ട ആരോഗ്യം യുവത്വ കാലഘട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ സൂചിപ്പിക്കേണ്ട ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. പരിശുദ്ധ ഇസ്ലാം അതിന്റെ നാമമാത്രമായി അവശേഷിക്കുന്ന ഒരു കാലഘട്ടം. വലാ ഫിൽ ഖുർആനി ഇല്ലാ റസ്മു, പരിശുദ്ധ ഖുർആൻ അതിന്റെ എഴുത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം. അഥവാ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും മാറ്റങ്ങളും സിദ്ധാന്തങ്ങളും ജീവിതത്തിൽ അംഗീകരിക്കാൻ ഖുർആനിന്റെയും ഇസ്ലാമിന്റെയും വക്താക്കളായ മുസ്ലിം സമൂഹം തയ്യാറില്ലാത്തൊരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്. മസാജിദും ആമിറത്തും വഹിയ ഖറാബും മിനൽ ഉദാ, പള്ളികൾ വളരെ മനോഹരമായിരിക്കും, വിശാലമായിരിക്കും, പക്ഷേ പള്ളികളിൽ അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കാത്തൊരു കാലഘട്ടം. നമ്മുടെ മൊയ്നുദ്ദീൻ ബാംഗ്ലൂർ അല്ലേ, ഇസ്കെ റസൂലിന്റെ ടീമുകളാണ് ഇങ്ങോട്ട് വരുന്നത്, നമ്മുടെ ഉസ്താദന്മാരും. നമ്മുടെ ചെറിയ ആളായിരിക്കും അല്ലേ മൊയ്നുദ്ദീൻ, ഞാൻ ആദ്യം കാണാൻ വരും. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ യുവ സമൂഹത്തിന്റെ ഇസ്ലാമിക രംഗത്തുള്ള ധർമ്മച്യുതിയെ കുറിച്ച് വളരെ അതിഗൗരവമായ ഭാഷയിൽ വിളിച്ചുകൊണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്ത് നമ്മുടെ യുവ സഹോദരന്മാരുടെ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ അതിശക്തമായ ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിക്കണം. ഇവിടെ ഈ സ്ഥലം വിലക്കെടുത്തു എന്ന് സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. ഇനിയും ധാരാളം പദ്ധതികളൊക്കെ ഇവിടെ വരണമല്ലോ. നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അത് സമൂഹത്തിനും സമുദായത്തിനും ഏറ്റവും പ്രയോജനകരമായ ഒരു ശൈലിയിലാകണം. ആരെയും വെറുപ്പിക്കാനല്ല, ആരെയും തകർക്കാനല്ല, ആരെയും എതിർക്കാനല്ല, സർവശക്തനായ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ച് അങ്ങനെയുള്ള ഒരു നീക്കത്തിന്, ഒരു പുരോഗമന പ്രവർത്തനത്തിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ഇസ്ലാമിക നേതൃത്വം വഹിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായി നമ്മുടെയൊക്കെ സുഹൃത്ത് സയ്യിദ് ഹുസൈൻ തങ്ങൾ. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, വാഗ്മിയാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്, ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ മുമ്പ് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലുമൊക്കെ നല്ല പ്രവർത്തനങ്ങൾ. പിന്നെ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ ഒരു ആശങ്ക പറഞ്ഞത്, അദ്ദേഹത്തിനും കുറച്ച് കൂട്ടുകാർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി എന്തോ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള എന്തോ ഏർപ്പാടൊക്കെയാണോ എന്ന് ആരൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം നമ്മുടെ മൻമോഹൻ സിംഗിന്റെ നാട്ടിലെ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ് ദുബായിലെ ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു കമ്പനിയിൽ. അങ്ങേർക്ക് ഇനി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപ 2 രൂപയൊക്കെ പിരിച്ച് അതിൽ നിന്ന് ഒരു കമ്മീഷൻ വാങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രവുമല്ല, ധാരാളം ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഗൾഫ് നാടുകളിലൊക്കെ അദ്ദേഹം താമസിക്കുന്ന റൂം ആസ്ഥാനമായും ഒക്കെ യുവാക്കളെ സംഘടിപ്പിക്കുവാനും ഒക്കെ. അപ്പൊ അൽഹംദുലില്ലാ, ഞാനത് പറയുന്നതോടൊപ്പം തന്നെ ബഹുമാന്യനായ സയ്യിദ് ഹുസൈൻ തങ്ങളോട് പറയുന്നത്, ഈ രാജ്യത്തെ കാരണവന്മാരുടെയും ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളുടെയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും ഒക്കെ, ഇസ്ലാമിക പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സ്വാലിഹീങ്ങളായ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ആർജിച്ച് ആരെയും വെറുപ്പിക്കാതെയും ആരെയും എതിർക്കാതെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും നമ്മുടെ മുൻകഴിഞ്ഞ മഹാരഥന്മാരുടെയും ആ പാരമ്പര്യം അനുധാപനം ചെയ്ത് നിങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണ് ഇറങ്ങിയത്, അള്ളാഹുവിനെ സഹായിച്ചാൽ, അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നല്ല പരിശുദ്ധമായ മനസ്സുമായി മുന്നോട്ട് നീങ്ങിയാൽ യൻസുറുക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും അവിടെ ഉണ്ടാകണം. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഇസ്ലാമിക കൂട്ടായ്മയിൽ പങ്കാളികളാകണം. ഏതെങ്കിലുമൊക്കെ ക്രമപ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അത് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് അങ്ങനെയുള്ള കുറെ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അകന്നു നിൽക്കാതെ, അൽഹംദുലില്ലാ, നമ്മുടെ സാലിഹ്യങ്ങളുടെ മാതൃക അതാണ് നമുക്ക് വലുത്. ഇവിടെ നാം കേട്ടില്ലേ,
ഈ കാണുന്ന നമ്മുടെ ഈ പറമ്പിന്റെ സമീപത്ത് തലയുയർത്തിക്കുന്ന അതിമനോഹരമായ വിശാലമായ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പെരുമകൾ ഉൾക്കൊള്ളുന്ന ഈ മസ്ജിദ് മഹാനായ സയ്യിദുന ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ സ്മരണ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ആലിമീങ്ങളെയും നമ്മുടെ ആ കൊച്ചുബാലന്റെ നേതൃത്വത്തിൽ നമുക്ക് ഹബീബ നബിതങ്ങളെ കുറിച്ച് മതഗീതങ്ങൾ അല്പനിമിഷങ്ങൾക്ക് ഇവിടെ കേൾക്കാം. ആ ഗീതങ്ങളോടൊപ്പം നമ്മളും അവരിൽ പങ്കുചേരുകയാണ്. അതേസമയം അതേ റൗദാ ശരീഫിൽ കിടക്കുന്ന ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് അവിടത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകടനം എന്ന നിലയിൽ കാവ്യ ശകലങ്ങൾ ചൊല്ലിയപ്പോൾ